ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 5 പേർ മരിച്ചെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ 12 മണിക്കൂറിനിടെ ഇവിടെയുണ്ടായ ആക്രമണങ്ങളിൽ 33 പേരാണ് മരിച്ചത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള അബാസൻ അൽ കാബിര പട്ടണത്തിലാണ് വ്യാഴാഴ്ച ആക്രമണമുണ്ടായത്. 1 വയസ്സുകാരി ഉൾപ്പെടെ മരിച്ചവരിൽ 3 പേർ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രി അറിയിച്ചു. ബുധനാഴ്ച ഗാസ സിറ്റിയിലെ പാർപ്പിട സമുച്ചയത്തിനു നേരെയുണ്ടായ ഇരട്ട ആക്രമണങ്ങളിൽ 16 പേരും ഖാൻ യൂനിസിലുണ്ടായ ആക്രമണങ്ങളിൽ 12 പേരും മരിച്ചു. മേഖലയിൽ ഷെല്ലാക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖാൻ യൂനിസിൽ സൈന്യത്തിനു നേരെ വെടിവയ്പുണ്ടായതിനാലാണ് പ്രത്യാക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. ഭീകര താവളങ്ങൾ തകർക്കുക ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും മറ്റ് മധ്യസ്ഥരോടും ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രയേലിന്റെ കിരാതമായ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ഭാവി ആശങ്കയിലാക്കുമെന്ന് സമാധാന ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥരിൽ ഒരാളായ ഖത്തർ പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഹമാസ് അത് ലംഘിച്ചെന്നാരോപിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 312 പേരാണ് മരിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് അംഗീകാരം UN രക്ഷാസമിതി നൽകിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടേക്കാവുന്ന ഗാസയിലെ അരക്ഷിതാവസ്ഥ മറികടന്ന് സുസ്ഥിരമായ സമാധാനത്തിലേക്കും തകർന്നടിഞ്ഞ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിലേക്കും നീങ്ങാൻ ലക്ഷ്യമിട്ട് US തയ്യാറാക്കിയ പ്രമേയമാണ് UN സുരക്ഷാ സമിതി തിങ്കളാഴ്ച പാസാക്കിയത്. 15-അംഗ സമിതി 13-0 എന്ന അടിസ്ഥാനത്തിലാണ് പ്രമേയം പാസാക്കിയത്. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ അവർ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ 20-ദിന ഗാസ പദ്ധതിക്ക് അന്താരാഷ്ട്ര നിയമ സാധ്യത നൽകാനാണ് പ്രമേയം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. പ്രമേയം പാസാക്കുന്നതിനായി അമേരിക്ക ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്റെ അധ്യക്ഷതയിലുള്ളതും ലോകമെമ്പാടുമുള്ള ഏറ്റവും ശക്തരും ആദരണീയരുമായ നേതാക്കൾ ഉൾപ്പെടുന്നതുമായ സമാധാന സമിതിയെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾ ഈ ആശയത്തെ പിന്താങ്ങുകയായിരുന്നു. ഈ ആശയത്തിന് അംഗീകാരം നൽകിയ ലോകത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് ട്രംപ് തിങ്കളാഴ്ച സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത്. ബോർഡിലെ അംഗങ്ങളെക്കുറിച്ചും മറ്റ് പ്രഖ്യാപനങ്ങളും വരും ആഴ്ചകളിൽ നടത്തുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. കരട് പ്രമേയമനുസരിച്ച് ഒരു ഇടക്കാല ഭരണ സമിതിയായി സമാധാന സമിതി സ്ഥാപിക്കുന്നതും ഗാസയിൽ താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരീകരണ സേന രൂപീകരിക്കുന്നതും ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പ്രമേയം അധികാരം നൽകിയിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രമേയത്തിന് ഇപ്പോൾ UN പിന്തുണ ഉള്ളതിനാൽ ISF-ൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള രാജ്യങ്ങൾക്ക് അധികാരം നൽകാൻ ഇത് സഹായിക്കുമെന്ന് ചില നയതന്ത്ര വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം പ്രമേയത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ നടപ്പാക്കേണ്ട ക്രമത്തെക്കുറിച്ചും മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചും കരട് പ്രമേയത്തിൽ വ്യക്തതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ ഗാസയെ 2ആയി മുറിക്കുമെന്നും പലസ്തീനികൾക്ക് ലഭിക്കുക ഇപ്പോഴുള്ളതിന്റെ 50% മാത്രം സ്ഥലമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ കേരളത്തിലെ ഗാസാവാദികൾ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. അമേരിക്ക ഗാസയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതി അനുസരിച്ച് തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കില്ല. മാത്രമല്ല, ഗാസയിലേക്ക് ഇനിയൊരു ട്രക്ക് കടക്കണമെങ്കിൽ ഇസ്രയേൽ പച്ചക്കൊടി വീശണമെന്ന സ്ഥിതിയാണ് ഉണ്ടാകുക. ഇതോടെ ഹമാസ് കാരണം ഗാസയിലെ പലസ്തീൻ ജനതയുടെ ജീവിതം കൂടുതൽ നരകതുല്യമാകുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. US സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച ഗാർഡിയൻ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴുള്ള ഗാസയെ 2ആക്കി മുറിക്കും. റെഡ് സോൺ, ഗ്രീൻ സോൺ എന്നിങ്ങനെയാണ് ഗാസയെ മുറിക്കുക. ഇതിൽ റെഡ് സോൺ എന്ന് പേരിട്ട സ്ഥലമാണ് പലസ്തീനികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് ഇപ്പോഴുള്ള ഗാസയുടെ പകുതിയിൽ താഴെയുള്ള സ്ഥലം മാത്രമായിരിക്കും. ഗാസയെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയുടെ രൂപരേഖ ഇതിൽ റോസ് നിറത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗമാണ് പലസ്തീനികൾക്ക് നൽകാൻ പോകുന്ന റെഡ് സോൺ. ഗ്രീൻ സോൺ ഇസ്രയേലിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഗാസയുടെ ഗ്രീൻ സോൺ എന്ന പകുതി സ്ഥലം ഇസ്രയേൽ കൈയടക്കി വെക്കില്ലെങ്കിലും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമായിരിക്കും ഈ സ്ഥലം. ഈ ഗ്രീൻ സോണിലൂടെ മാത്രമേ ഇനി റെഡ് സോണിലേക്ക് ഭക്ഷണമോ മരുന്നോ മറ്റെന്തും എത്തുകയുള്ളൂ. അതായത് ഇസ്രയേൽ സൈനികർ സമ്മതിച്ചാൽ മാത്രമേ ഒരു വാഹനം ഇനി പലസ്തീനികൾ താമസിക്കാൻ പോകുന്ന ഗാസയിലെ റെഡ് സോണിലേക്ക് കടക്കുകയുള്ളൂ. ഇതിന് രണ്ടിനുമിടയിൽ യെല്ലോ സോൺ എന്ന പ്രദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ
അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതിയെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെല്ലോ സോണിൽ തുടക്കത്തിൽ 1000 ഫ്രഞ്ച് സൈനികരെയും 1500 ബ്രിട്ടീഷ് സൈനികരെയും വിന്യസിക്കും. നെതർലൻഡ്, നോർഡിക് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും എത്തും. എന്തായാലും സമഗ്ര ഗാസ പുനർനിർമ്മാണം ഉണ്ടാകില്ല എന്നാണ് ഗാർഡിയൻ പോലും റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ തന്നെ 20 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും സുരക്ഷയും നൽകി വരുന്നുണ്ട്. അതായത് യുദ്ധത്തിൽ നഷ്ടം പലസ്തീനികൾക്ക് മാത്രമാണ്. ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കില്ല, പകരം ആ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും. ഇനി ഗാസയിലേക്ക് ഭക്ഷണമായാലും മരുന്നായാലും ഇസ്രയേലിന്റെ സമ്മതത്തോടെ മാത്രമേ കടത്താൻ കഴിയൂ. ഇതോടെ പലസ്തീനികളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം ഗാസയിൽ സ്ഥാപിക്കുമെന്ന വാഗ്ദാനവും നടപ്പാകില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ പലസ്തീനികളുടെ ജീവിതം ഹമാസ് കൂടുതൽ നരകതുല്യമാക്കി എന്ന് പറയേണ്ടി വരും. അതേസമയം മധ്യസ്ഥതയിൽ ഇടപെട്ട ഈജിപ്തിനും ഖത്തറിനും ഈ പദ്ധതിയിൽ എതിർപ്പുണ്ടെന്ന് പറയപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ 3 അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് കത്തയച്ചിട്ടുണ്ട്. ബുധനാഴ്ച തനിക്ക് ട്രംപിന്റെ കത്ത് കിട്ടിയെന്ന് ഹെർസോഗ് തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇസ്രയേൽ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും താൻ മാനിക്കുന്നുവെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതവും നീതീകരിക്കാനാകാത്തതുമാണെന്ന് ട്രംപ് കത്തിൽ പറയുന്നുണ്ട്. ചരിത്രപരമായ നിമിഷത്തിലാണ് താൻ ഈ കത്തെഴുതുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് 3000 വർഷമായി തേടിക്കൊണ്ടിരിക്കുന്ന സമാധാനം പുനഃസ്ഥാപിച്ച സാഹചര്യത്തിൽ എന്നാണ് ഗാസയിൽ US ഇടപെടലിനെ തുടർന്നുണ്ടായ വെടിനിർത്തലിനെ ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രബലനായ അതിശേഷനായ യുദ്ധകാല പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്നും പറയുന്നുണ്ട്. ഇസ്രയേലിനുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ട്രംപിനെ ഹെർസോഗ് അഭിനന്ദിക്കുന്നുണ്ട്. പ്രസിഡന്റിനെ മാപ്പു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിച്ച് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിക്കണമെന്ന് പറയുന്നു. രാഷ്ട്രീയപരമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതിനായി നെതന്യാഹുവും ഭാര്യ സാറയും ശതകോടീശ്വരിൽ നിന്ന് ആഡംബര വസ്തുക്കൾ, ആഭരണങ്ങൾ തുടങ്ങി $2.6 ലക്ഷം കോഴ വാങ്ങിയെന്നാണ് ഒരു കേസ്. തനിക്ക് അനുകൂലമായ വാർത്തകൾ നൽകുന്നതിനായി 2 ഇസ്രയേലി മാധ്യമങ്ങളെ നെതന്യാഹു സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന കേസുകൾ 2 വേറെയുമുണ്ട്. കോടതികളുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുക ലക്ഷ്യമിട്ട് 2022 നെതന്യാഹു സർക്കാർ ജുഡീഷ്യൽ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അത് രാജ്യവ്യാപക പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്.